ഹേയ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിടാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല എഡിറ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇന്നിടുന്നു എന്നില്ലേ. ഇന്ന് പിന്നെ എല്ലാവർക്കും ലീവാണ്. ഇന്ന് ഇലക്ഷൻ ഡേ ആണല്ലോ ചെന്നൈയിൽ, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഇതിപ്പം നമുക്ക് ചൊവ്വാഴ്ചത്തെ കാര്യം. ചൊവ്വാഴ്ച രാവിലെ പിന്നെ രാവിലെയല്ല, ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പർ വെച്ചിട്ട് ഉള്ളി അരിഞ്ഞെടുത്ത് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ എന്ന് വെച്ചാൽ ചിക്കൻ പാർട്സാണ്. അപ്പോൾ പാർട്സ് വെച്ചിട്ട് ഒരു കറിയാക്കാമെന്ന് വെച്ചാൽ, പാർട്സും കഴുത്തും ചിക്കൻ്റെ കഴുത്തൊക്കെയാണ്. പിന്നെ അതിന് ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത്, എന്നിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടിയെടുത്ത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കെന്ന് വെച്ചാൽ ക്ഷമ എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഉള്ളി നന്നായിട്ട് വാട്ടിയെടുത്താലേ ചിക്കൻ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന്. ഉള്ളീൻ്റെ ആ പച്ചമണം ഉണ്ടെങ്കിൽ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഇത് വാട്ടിയെടുക്കാനാണെന്ന് എനിക്ക് തീരെ ക്ഷമയില്ലാത്തത്. ഞാൻ എങ്ങനെയല്ലോ അങ്ങ് വാട്ടിയെടുക്കലാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇൻഡക്ഷനും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇൻഡക്ഷൻ ഓട്ടോമാറ്റിക്കലി ഓഫാവും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മളിങ്ങനെ വാട്ടി എടുക്കണം. പിന്നെ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് അടിക്ക് പിടിച്ചു പോവില്ല. അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ പാത്രത്തിലാകുമ്പോൾ ഉള്ളി അടിക്ക് പിടിക്കുമല്ലോ, അതില്ല. എന്നിട്ട് പിന്നെ ഉള്ളിയും അതിൻ്റെ ഒപ്പം ഉള്ളി നന്നായിട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചേർക്കാൻ പാടില്ല. എന്നിട്ട് തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ കൊത്തമല്ലി ചപ്പ് ഞാൻ അങ്ങനെ പൊട്ടിച്ചിടാനൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തിട്ട് കേട്ടോ, കഴുകിയിട്ട് നന്നായിട്ട്. പിന്നെ കറിവേപ്പില, ഇത് നന്നായിട്ട് ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് അളവിൽ നമ്മളെ എന്തൊക്കെ പൊടികളാണോ ചേർക്കുന്നത്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കൊത്തമല്ലിപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതൊക്കെ ആ ഒരു ടൈം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെയും പച്ചമണം പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഉപ്പെല്ലിട്ട്, എന്നിട്ട് ചിക്കൻ ആ ഒരു മസാലയിൽ ചിക്കൻ ഒരു 5 മിനിറ്റ് തുറന്ന് വേവിക്കുക. മീൻസ് അതിൽ ആ മസാലയെല്ലാം പെരക്കി അങ്ങ് ആക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേവാൻ വെക്കുക, മൂടി അടച്ച് വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഇന്നുണ്ടാക്കിയ കറി ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചിക്കൻ മസാല ഒഴിവാക്കി, ചിക്കൻ മസാല ഇടാണ്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ചിക്കൻ മസാല ഇടാണ്ട് വെച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ല. അവസാനം വീണ്ടും ഞാൻ ചിക്കൻ മസാല ഇട്ടു. അപ്പം നമ്മളെ കറി ഇവിടെ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് നാട്ടിലെ ചൂട്? ഇവിടെ ഒന്നൊന്നര ചൂടാണ് ഗൈസ്, തീരെ സഹിക്കാൻ വയ്യ കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ്. നാട്ടിലും നല്ല ചൂടാണ് പറയുന്നത് കേട്ട്, അതുകൊണ്ട് എന്തെങ്കിലും തണുത്തതില്ലാണ്ട് വയ്യ. അങ്ങനെ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചേട്ടൻ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ ഫുഡ് റാപ്പും കുറച്ച് സപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും